ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ കർക്കിടക സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് മുൻപ് ഒരു 3-4 റെസിപ്പി ഒന്നിച്ചിട്ട് ഇതുപോലെ തന്നെ കർക്കിടക സ്പെഷ്യൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. ആരോഗ്യവും സൗന്ദര്യമൊക്കെ നോക്കുന്ന മാസമാണല്ലോ ഈ കർക്കിടക മാസം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് നുറുക്ക് ഗോതമ്പും കുറച്ച് എള്ളും അതുപോലെ കുറച്ച് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പി കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു 3/4 കപ്പോളം നുറുക്ക് ഗോതമ്പാണ് എടുത്തത്. നുറുക്ക് ഗോതമ്പ് എടുക്കുമ്പോൾ ആ പൗഡർ പരുവത്തിലുള്ള എടുക്കാതെ നമ്മൾ ഉപ്മാവിനൊക്കെ എടുക്കുന്നില്ല, ആ ഒരു രീതിക്കുള്ള ഈ നുറുക്ക് ഗോതമ്പ് എടുക്കാൻ നോക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് കഴുകിയിട്ട് 1-2 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്തി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി വെക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലല്ല വേവിക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് കുതിർത്തി എടുക്കുന്നത്. കുക്കറിൽ വേവിച്ചാൽ അടിഞ്ഞതുപോലെ ആവും, അങ്ങനെ ആവരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ കുതിർത്തി വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത് നല്ലത്. ഇനി നുറുക്ക് ഗോതമ്പ് കുതിർന്ന് വരുമ്പോഴേക്ക് എള്ളൊന്ന് കഴുകിയെടുക്കാം. അതിനായിട്ട് 1/2 കപ്പോളം എള്ളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുക്കുമ്പോൾ 1/2 കപ്പ് എള്ളാണ് ഞാൻ എടുത്തത്. ഇനി ഇതൊരു 3-4 വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രെയിനറിൽ വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് തോർന്നു പോയതിന് ശേഷം നമുക്കൊരു നല്ലൊരു കോട്ടൺ ക്ലോത്തിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പൊക്കിയെടുക്കാം. എള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് തോർന്ന് വരുമ്പോഴേക്ക് വെള്ളം ഒന്ന് മെൽട്ടാക്കി എടുക്കാം. വെള്ളത്തിന് പകരം കരിപ്പെട്ടി ഇട്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെറ്റർ. ഞാനിപ്പോൾ ഒരു 10 അച്ചോളം വെള്ളം ഒന്ന് മെൽട്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കുന്നുണ്ട്. വെള്ളം മെൽട്ടാക്കി മാറ്റി വെച്ചതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് ഇതാ ബ്രോക്കൺ വീറ്റ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലെ വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം ഈ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഗീ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതുപോലെ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഞാൻ ഊറ്റിക്കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതിലൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റി വരുന്ന സമയത്ത് കളറൊന്നും മാറണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ഒന്നിങ്ങനെ വഴറ്റിയെടുക്കുന്നില്ല എണ്ണയിൽ, അതേ കണക്ക് കേട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. നോക്കാം, പച്ചവെള്ളം ഒഴിക്കരുത്, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂടി പോവണ്ട. വെള്ളം കൂടി ഞാൻ കുക്കറിൽ വേവിക്കാതിരിക്കുന്ന തന്നെ അത് വല്ലാണ്ട് ഉടഞ്ഞു പോകുന്നത് കൊണ്ട് കേട്ടോ. നമുക്ക് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉടഞ്ഞിട്ട് കുഴപ്പമില്ലെങ്കിൽ കുക്കറിൽ വേവിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോഴാണ് ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് വെള്ളം പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. വെള്ളം കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതൊന്ന് വെള്ളം കറക്റ്റ് പാകത്തിന് വെച്ച് കൊടുത്തത്. പക്ഷേ എൻ്റെത് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അടികട്ടിയുള്ള പാത്രത്തിൽ വേവിക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് തന്നെ ആയിക്കിട്ടും. നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതേ കണക്കന്നെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് വേവിച്ചിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ ഗീ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഏറെ ഗീ ഒഴിക്കുമ്പോൾ ടേസ്റ്റ് കൂടും കേട്ടോ. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിൽ തന്നെ ഒരു 1/4 കപ്പോളം കാഷ്നട്ടും അതുപോലെ തന്നെ റൈസിൻസ് ഒരു 1/4 കപ്പിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് റൈസിൻസ് ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. എൻ്റെ കയ്യിൽ അതിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യെല്ലോ റൈസിൻസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. തേങ്ങ ചിരകിയത് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. തേങ്ങ ചെറിയത് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൊടുക്കുക കേട്ടോ. പക്ഷേ അത് ഉണ്ടാകുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോഴേക്ക് ഇത് എള്ളും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങ ചിരകിയതും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഈ എള്ളും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. അതുപോലെ റൈസിൻസ് നന്നായിട്ട് ബബിൾസ് ആയതിന് ശേഷം വേണം തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. എന്നോടത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എള്ളും ആ തേങ്ങയൊക്കെ കൂടെ. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ ഗീ കൂടെ ഞാൻ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഫ്ലേവറിനനുസരിച്ചും ടേസ്റ്റിനനുസരിച്ചും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ ഗീയൊക്കെ. ഇനി നമ്മൾ മാറ്റി വെച്ച ഈ നുറുക്ക് ഗോതമ്പില്ല അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, എളുപ്പം കഴിയുന്നതാണ്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ മെൽട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കണ്ടോ, ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ബ്രോക്കൺ വീറ്റ് കിട്ടാൻ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുക്കറിൽ വേവിക്കേണ്ടതെന്ന് കേട്ടോ. അപ്പോൾ നമുക്കിനി മധുരത്തിന് വേണ്ടിയിട്ട് വെള്ളം മെൽട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കാം. എന്തെങ്കിലും കച്ചറുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടൊന്ന് അരിച്ചൊഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇത് പായസം പോലെ വെള്ളം പോലെ ആക്കരുത്, ഒന്ന് കുറേശ്ശെ ഒഴിച്ചിട്ട് അതിങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ചെറിയ ജീരകം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചതുണ്ടായിരുന്നു, അത് ഒരു 1/2 ടീസ്പൂൺ മുതൽ 3/4 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം, കൂടിപ്പോകരുത്. പിന്നെ അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ തന്നെ ചുക്കും ഏലക്ക പൗഡറും കൂടെ കൂട്ടി യോജിപ്പിച്ച് പൊടിച്ച് വെച്ചതായിരുന്നു, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ്
ചെയ്ത് യോജിപ്പിക്കാം. ചുക്കും ജീരകമൊക്കെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ ഗീ കൂടെ ഇതിലേക്ക് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ നോക്കി ആ മധുരം ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടെ ചുക്കും ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പോരാൻ തോന്നിയതുകൊണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി അടച്ചു വെച്ച് കൊടുത്തിട്ട് ആ ചൂടിൽ തന്നെ അതൊന്ന് വറ്റി ഇതേ കണക്കായി കിട്ടും. ഇനി നമുക്കിത് സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ റെസിപ്പി ആയിട്ടുള്ള എള്ളും ബ്രോക്കൺ വീറ്റൊക്കെ ചേർത്തിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസിയല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത നമ്മുടെ റെസിപ്പി കർക്കിടക അപ്പത്തിൻ്റെ തന്നെ. ഇത് കുറച്ച് ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ളതാണ്. കാണുമ്പോൾ ഉണ്ണിയപ്പം പോലെ ഇരിക്കുമെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ കഴിച്ചോളും കേട്ടോ. ധാന്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ കർക്കിടക അപ്പത്തിന് വേണ്ടിയിട്ട് 1/2 കിലോ നവര അരിയാണ് എടുത്തിട്ടുള്ളത്. നവര അരി അല്ലെങ്കിൽ സാധാരണ അരിയിലും ചെയ്തെടുക്കാം, പക്ഷേ ഗുണം നവര അരിയിൽ ചെയ്തെടുക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കണം. അതുപോലെ നന്നായിട്ട് തന്നെ കുതിർത്തിയിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോഴാണ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട്, ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് കുതിർന്ന് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൽ ചേർക്കുന്ന എല്ലാ ധാന്യങ്ങളായിക്കോട്ടെ അരി ആയിക്കോട്ടെ നന്നായിട്ട് കുതിർത്തി എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോഴാണ് നല്ല സ്മൂത്തായിട്ട് അരിഞ്ഞ് കിട്ടുള്ളൂ. ഇനി ഇതാ 100 ഗ്രാം രാജ്മയാണ് എടുത്തിട്ടുള്ളത്. അതും നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതും നമുക്ക് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതും നമുക്ക് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിതാ കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാം. നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുതിരാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ 100 ഗ്രാം ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അടുത്തത് ഇനി അതും ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് കഴുകി കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടും വെള്ളം നിറയെ ഒഴിച്ചിട്ട് ഇതും അടച്ചങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അടുത്തത് വെള്ളക്കടലയും 100 ഗ്രാം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കഴുകിയെടുത്തിട്ട് കൊണ്ടുവരട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലും വെള്ളം ഒഴിച്ചിട്ട് ഇതും അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കാം. ഇത് തേങ്ങ ചിരകിയതൊന്ന് മൂപ്പിച്ചെടുക്കാനുള്ളത് തന്നെ. അപ്പോൾ ഞാനിത് 1/2 മുറിയോളം തേങ്ങ ചിരകിയത് എടുക്കുന്നുണ്ട്. അത് നമുക്ക് ഈ പാനിലോട്ടൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഗീയിലൊന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് തേങ്ങ ചിരകി ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങാക്കൊത്തില്ലേ, അത് 1/2 മുറിയോളം തേങ്ങാക്കൊത്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ എണ്ണയിൽ മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഈ എണ്ണയോട് കൂടിയിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. അതായത് ഇത്രയേ ആവണ്ടുള്ളൂ. അല്ലാണ്ടങ്ങ് ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണ്ട കേട്ടോ. നമ്മൾ നെയ്യപ്പത്തിനൊന്നും ചെയ്യുന്ന പോലെ. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു 4 or 5 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. ചെറിയ പുളിപ്പോട് കൂട്ടിയിട്ടുള്ള ചെറുപഴമാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റി വെക്കാം. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതാ 1/2 കിലോളം വെല്ലം എടുത്തിട്ടുണ്ട്. അര മുതൽ 3/4 കിലോ വരെ എടുക്കുക കേട്ടോ. അത് നിങ്ങളെ മധുരത്തിന് ആവശ്യമായിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ചിരകി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ കുറച്ചുകൂടെ എളുപ്പം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. ഇനി അതും അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരി കുതിർന്നൊന്ന് നോക്കാം. ഞാൻ പറഞ്ഞത് ഞാനിത് ഓവർനൈറ്റ് വെച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുതിർന്ന് കിട്ടുമ്പോൾ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചല്ല അരക്കുന്നത്. ആദ്യം ഈ നവര അരി അരച്ചതിന് ശേഷമാണ് മറ്റുള്ള പയറുവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് അരച്ച് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ബൗളിൽ ഒഴിച്ചിട്ടാണ് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്രൈൻഡറിലാണെങ്കിൽ ഒന്നിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ അരിയിപ്പം നവര അരിയിപ്പം ഇത് ഇത്രയും അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. അതാദ്യം വെള്ളം ഒട്ടും തൊടാതെയാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ. എന്നോടത് പറയാൻ വിട്ടുപോയി. വെള്ളം ഒട്ടും ചേർക്കേണ്ടതില്ല. ഇനി ഇതിലോട്ട് പഴം ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്കൊന്ന് ലൂസാക്കി എടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ 2 പഴമാണ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചിരകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് ഈ സമയത്ത് മുഴുവനായിട്ടല്ല കുറച്ച് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാകുമ്പോൾ തന്നെ അതൊന്ന് ലൂസായി വരും കേട്ടോ. അതുകൊണ്ടാണ് ഈ സമയത്ത് വെള്ളം ചേർക്കാത്തത്. കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പം നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം.
ഇനി മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയൊരു ബൗളിലോട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ബാക്കിയുള്ള പയറൊക്കെ ഇല്ലേ, അതൊക്കെ പരിപ്പും പയറൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അരച്ചിട്ട് ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു വലിയ പാത്രം എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് അരി അരച്ച അതേ ജാറിൽ തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ അരച്ചെടുക്കുന്നത്, ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതല്ലേ. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോ, രാജ്മ നന്നായിട്ട് കുതിർന്ന് വലിയതായിട്ട് വന്നിട്ട് ഒന്ന് കളറും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലുള്ള വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം നേരത്തെ പോലെ തന്നെ പഴം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വെള്ളം കളഞ്ഞിട്ട് ഇത് മാത്രമായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഴം ഇതിലും ഞാൻ ഒരു പഴം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. പഴവും വെല്ലവും ഈ സമയത്തും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഓരോന്ന് ചേർക്കുമ്പോഴും ഇതുപോലെ പഴവും വെല്ലവും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ബാക്കിയുള്ള വെല്ലത്തിൽ നിന്ന് കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരട്ടെ. ഇതാ നല്ല സ്മൂത്തായിട്ട് ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുതിർന്ന് കിട്ടിയാൽ നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് അരച്ച് മാറ്റി വെച്ച നവരരിയില്ലേ, അതിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് കുറച്ച് ടൈറ്റായിട്ട് ഉണ്ടാകാൻ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുള്ളതല്ലേ. ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത വെള്ളക്കടല കൂടെ കുതിർന്നൊന്ന് നോക്കാം. ഇതാ വെള്ളക്കടലയും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെയും വെള്ളം ഒന്ന് കളഞ്ഞെടുക്കട്ടെ. എന്നിട്ട് ഇതും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു പഴവും കുറച്ച് വെല്ലവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും അരച്ചെടുക്കാം. ഇതാ കടലയും നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ബൗളിൽ തന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ചെറുപയറും ഇതാ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതും ഞാൻ ഓവർനൈറ്റ് തന്നെ വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതേ മിക്സിയുടെ ജാറിൽ തന്നെ മുഴുവൻ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലും പഴവും മധുരത്തിന് ആവശ്യമായിട്ടുള്ള വെല്ലവും ചേർത്ത് കൊടുക്കാം. ഇനി അരച്ച് വെച്ച ചെറുപയറും നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബൗളിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഇട്ട് കൊടുക്കാം, പക്ഷെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞ വെള്ളം ആദ്യം ചേർക്കരുത്. ഈ സമയത്ത് നോക്കി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷവും നോക്കിയിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. ഇത്രയും ആവണ്ട കേട്ടോ, അധികം അങ്ങ് ലൂസായി പോകരുത്. നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വഴറ്റി മാറ്റി വെച്ച തേങ്ങയില്ലേ, അത് നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൊത്ത ചേർക്കുന്നെങ്കിൽ അതിൽ ഗീ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതുപോലെ ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൗഡറും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ക്ലിപ്പ് എന്നോട് മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളതൊന്ന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കണ്ടോ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ആക്കാം. കാരണം അധികം തിക്ക് കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ ചുട്ടെടുത്ത് കഴിയുമ്പോൾ അത് വല്ലാണ്ടങ്ങ് ഹാർഡായി പോകും. അധികം അങ്ങ് ലൂസായാൽ നമുക്ക് പിന്നെ അത് ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കാൻ നോക്കാം. ഇപ്പോൾ ഇനി നമ്മൾ സാധാരണ ഉണ്ണിയപ്പ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നിറയെ ഒഴിക്കാതെ ഒരു 1/4 ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. എന്തായാലും ഇതെല്ലാം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ മുകളിലോട്ടായിട്ട് എല്ലാ ഭാഗത്തോട്ടും ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ എല്ലാ ഭാഗത്തോട്ടും വന്നില്ലേ. ഇനി ഇത് നമുക്ക് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ താഴ്ത്തി വെക്കുക. അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഒന്ന് ചൂടായിട്ടല്ല എണ്ണ ഉണ്ടാകാൻ, ആ സമയത്ത് തന്നെ ഫ്ലെയിം താഴ്ത്തി വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതാ ഒരു വശം ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ടിട്ട് അതിൻ്റെ മറുവശം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ഗുണവും പോവും ടേസ്റ്റും പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ വെളിച്ചെണ്ണയിൽ തന്നെ ആക്കണമെന്നില്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എണ്ണയിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷേ കുറച്ചുകൂടി ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാം. മാറ്റുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ അടിവശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ പെട്ടെന്ന് തന്നെ ആ ഭാഗം കരിഞ്ഞു പോകും.
അപ്പോൾ ഇതാ ഫസ്റ്റ് ബാച്ച് ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ഏതിലൊക്കെയാണോ കുഴിയിൽ ഇല്ലാത്തത് അതിലൊഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിറയെ ഒഴിക്കാതെ ഇതുപോലെ പകുതിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം അതിൻ്റെ മാവും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾവശമൊക്കെ പെട്ടെന്ന് വെന്ത് വരും. ഇനി ഇത് നേരത്തെ പോലെ തന്നെ തിരിച്ചു മറിച്ചു വിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇപ്പോൾ ഇതാ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റെസിപ്പിയായ കർക്കിടക കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും എന്നാൽ ഈസിയും അല്ലേ. ധാന്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടികളെ കഴിപ്പിക്കാനുള്ളൊരു സൂത്രവും കൂടിയല്ലേ ഇത്. അപ്പോൾ ഇതില്ലേ നല്ല സോഫ്റ്റാണ്. ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റും എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടും നല്ലൊരു ഫ്ലേവറും കേട്ടോ. പഴമൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കും ഏറെ ഇഷ്ടമാവും. ധാന്യങ്ങൾ കഴിക്കാൻ മടിയുള്ള കുട്ടികളെ കഴിപ്പിക്കാൻ പറ്റിയൊരു സൂത്രമാണ്. ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ മധുരത്തിൽ ആവശ്യമില്ല, ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് എരിവിലും ആക്കിയെടുക്കുക കേട്ടോ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ പഴം ചേർത്തല്ലോ, അതിന് പകരം കുറച്ച് വെള്ളം കൂടി പോകരുത്. ചെറിയുള്ളി ചേർക്കുമ്പോൾ തന്നെ കുറച്ച് ഒരു വെള്ളമായി ഉണ്ടാവും. എന്നാലും പോരാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്തങ്ങ് അരച്ചെടുത്താൽ മതി കേട്ടോ. എരിവിൽ ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. മധുരത്തിൽ ആവശ്യമുള്ളവർക്ക് മധുരത്തിലും ചെയ്യാം, എരിവിൽ ആവശ്യമുള്ളവർക്ക് എരിവിലും ചെയ്യാമെന്ന് പറയായിരുന്നേ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്ത കർക്കിടക സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ലഡുവിൻ്റെ കേട്ടോ. ഇതിൽ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, എന്നാലോ നല്ല മധുരത്തോട് കൂടിയിട്ടുള്ള ലഡു തന്നെയാണ്. അതിനായിട്ട് ഇതാ 250 ഗ്രാം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. തൊലിയോട് കൂടിയായാലും കുഴപ്പമൊന്നുമില്ല. അതൊന്ന് വറുത്തതിന് ശേഷം അതങ്ങ് പോക്കിക്കളഞ്ഞാൽ മതി കേട്ടോ. എനിക്കിപ്പോൾ തൊലി കളഞ്ഞത് കിട്ടിയത് കൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. അതുപോലെ റോസ്റ്റ് ചെയ്താലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നതല്ല. കൂടെ തന്നെ ഞാനൊരു 1/4 കപ്പ് പിസ്തയും 1/4 കപ്പ് തന്നെ കാഷ്യൂ എടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഓപ്ഷനല്ല കേട്ടോ. ഇതിന് പകരം വെളുത്ത എള്ളുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. ഇനി നമ്മൾ ഈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഈ കടല ഇട്ടിട്ട് ഒന്ന് ആദ്യം വറുത്തെടുക്കാം. ഇനി കടലയുടെ റോ ടേസ്റ്റ് മാറുന്നവരൊന്ന് വറുത്തെടുക്കാം. ഈ സമയത്ത് തൊലി ഉണ്ടെങ്കിൽ തൊലിയോട് കൂടിയിട്ടാണ് നിങ്ങൾ വറുത്തെടുക്കുന്നതെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം അതിൻ്റെ തൊലി റിമൂവ് ചെയ്തതിന് ശേഷം വേണേ പൊടിച്ചെടുക്കേണ്ടത്. തൊലിയോട് കൂടിയിട്ട് ക്രഷ് ചെയ്തെടുക്കരുത്. ഇപ്പോൾ ഇതാ ഞാനിത് വറുത്തെടുത്തിട്ടുണ്ട്. എളുപ്പം ഇങ്ങനെ എടുത്ത് വറക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച കാഷ്യൂം പിസ്തയില്ലേ, അത് രണ്ടും ഒന്നിച്ചിട്ടിട്ട് തന്നെയാണ് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷനല്ല കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചേർക്കുന്നതേ ഉള്ളൂ. ഇത് ഓപ്ഷനല്ല കേട്ടോ. ഇതിന് പകരം വെളുത്തുള്ളി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അതുപോലെ. ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു 2 കപ്പോളം, ഏകദേശം ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി തേങ്ങ വറുക്കുമ്പോൾ വല്ലാണ്ടെങ്കിൽ ഗോൾഡൻ ബ്രൗൺ നിറമൊന്നും ആവണ്ട കേട്ടോ. ഒന്ന് ജസ്റ്റ് അതിനെ ഒന്ന് വറുത്തെടുത്താൽ മതി. അതെന്താന്ന് പറഞ്ഞാൽ വറുക്കാതെ ചേർക്കുമ്പം ചിലപ്പം ആ ലഡു ചീത്തയായി പോകാൻ വഴിയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇത് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്, അതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ച കടല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. തൊലിയോട് കൂടിയിട്ടാണെങ്കിൽ അത് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ക്രഷ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കൊണ്ടുവരട്ടെ. ഇനി ഈ കടല ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ വല്ലാണ്ടങ്ങ് പൗഡർ ആവരുത്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ രീതിക്ക് വേണം ഇത് പൊടിച്ചെടുക്കാൻ. അതൊന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഒരു ബൗള് ഈത്തപ്പഴമാണ് നമുക്ക് ആവശ്യമുള്ളൂ. ഇത് മുഴുവനും ആവശ്യമില്ല. അതുപോലെ പഴുത്ത ഈത്തപ്പഴം തന്നെ എടുക്കാം. എൻ്റെത് കുറച്ച് പഴുപ്പ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഈ ഒരു ബൗൾ നിറയാണ് ഞാൻ ഈത്തപ്പഴം എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഈത്തപ്പഴത്തിൻ്റെ സീഡ്സൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനും ഈ ബൗളിലേക്ക് കണക്കാക്കിയിട്ട് കളഞ്ഞെടുക്കട്ടെ. ഈ ഒരു ബൗൾ നിറയാന്ന് ഞാൻ ഈത്തപ്പഴം എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഒരു കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലോട്ട് ഒരു 2 കപ്പ് അഥവാ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ എൻ്റെത് കുറച്ചൊന്ന് പഴുപ്പ് കുറവായിരുന്നു. അപ്പോൾ നിങ്ങൾ പഴുത്തതായാലും ഒന്ന് ചൂടാക്കിയിട്ട് ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് അത് ഉടഞ്ഞു വരും കേട്ടോ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ, എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ വെള്ളമൊക്കെ അതിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിലുള്ള വെള്ളം മൊത്തം വറ്റിക്കാൻ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ലഡു കേട് വന്നു പോകും കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച തേങ്ങ
വറുത്ത് വെച്ച തേങ്ങയില്ലേ അത് ഈ സമയത്ത് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തു യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ ആദ്യം തേങ്ങ തന്നെ ചേർത്ത് കൊടുക്കാനും നോക്കാം. എന്നിട്ട് വേണം നമ്മൾ മാറ്റി വെച്ച ഈ നട്ട്സുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നട്ട്സ് നിങ്ങൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെളുത്ത എള്ള് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി വെളുത്ത എള്ളില്ലെങ്കിലും കടലയും ഈത്തപ്പഴവും മാത്രമായാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ച മെയിൻ ഇൻഗ്രീഡിയൻ്റായ കടല ചേർത്ത് കൊടുക്കാം. ഞാൻ കടല പറഞ്ഞതുപോലെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിച്ചോളെ. ഒന്ന് ക്രഷ് ചെയ്ത് അപ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അതുപോലെ ഇതൊക്കെ ചെയ്യുമ്പോഴും അടികട്ടിയുള്ള പാത്രം എടുക്കുന്നത് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്കത് അടിക്ക് പിടിക്കാതെ കിട്ടും. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 ടീസ്പൂണോളം ഇത് ഏലക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നട്ട്സും തേങ്ങയും കടലയൊക്കെ കൂടിയിട്ട് ഈത്തപ്പഴത്തിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൈവച്ചിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. അതിന് മുൻപായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ചെറു ചൂടോട് കൂടിയിട്ട് ഉരുട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് മുഴുവനും ബൗളിലേക്ക് ഇട്ടതിന് ശേഷം കൈവച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. നമുക്ക് കൈവച്ച് മിക്സ് ചെയ്യുന്ന പോലെ എന്തായാലും സ്പൂണോ സ്പാച്ചിലോ ഒന്നും വെച്ചാൽ ആവത്തില്ല. കൈവച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് പ്രത്യേകമായിട്ട് നമുക്ക് മിക്സായി കിട്ടുമല്ലോ. അപ്പോൾ ഇനി നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക്, ഞാനിപ്പോൾ ഉരുളകളാക്കിയിട്ടാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു പ്ലേറ്റിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഒരു കത്തി എടുത്തിട്ട് അതിനൊന്ന് വര ഇട്ട് കൊടുത്താൽ അതൊരു ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചാലും മതി. അതല്ലെങ്കിൽ ഇതേപോലെ തന്നെ ബോട്ടിലാക്കി വെച്ചിട്ട് ഓരോ സ്പൂണാക്കിയിട്ട് കോരി കൊടുത്താലും മതി കേട്ടോ. ഇനി അതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ ലഡുവിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഉരുള പോലെ ആക്കി എടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിൽ വേണ്ടി ഇതുപോലെ ഓരോ ഉരുളകളാക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു 3 ദിവസമൊക്കെ കേടുകൂടാതെ പുറത്തിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് എടുത്ത് വെച്ചാൽ മതി. ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ചാൽ കണ്ടോ. ഞാൻ പറഞ്ഞല്ലോ, കടല നമ്മൾ ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ കണ്ടോ ഇങ്ങനെ കിടക്കുമ്പോൾ അത് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ അതങ്ങനെ കഴിക്കുമ്പോൾ, എൻ്റെ മോനൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു വലിയ ഇഷ്ടമാണ് മോനും പപ്പക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഉരുട്ടിയെടുക്കാറ്. ഇനി നമ്മൾ കൊഴുക്കട്ടൊക്കെ ചെയ്യുന്ന പോലെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ എടുത്തു വെക്കും കേട്ടോ, കുറേശ്ശെ. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉരുളയാക്കി എടുക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണം കൂടെയുണ്ട്. ഇതുപോലെ ഇങ്ങനെ വേഗം അതിനൊന്നിങ്ങനെ പാർട്ടാക്കി വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് പെട്ടെന്ന് ഉരുട്ടി മാറ്റി വെക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ ഷേപ്പൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ കുട്ടികൾക്ക് കൊടുത്താലും കുട്ടികൾ കഴിക്കും കേട്ടോ. നല്ല ടേസ്റ്റ് അല്ലേ. ഇനിയെല്ലാം ഞാൻ ഇതേപോലെ ഷേപ്പാക്കി മാറ്റി വെക്കട്ടെ. ഇപ്പോൾ ഇതാ മുഴുവൻ ഉരുട്ടിയെടുത്തത് ഞാൻ തമ്മനയിൽ ഫോട്ടോ എടുക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ വെച്ച് തന്നേയുള്ളൂ കേട്ടോ. ഇതിനി ഒരു എയർ ടൈറ്റ് ബോക്സിലാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു 3-4 ദിവസമൊക്കെ പുറത്ത് കേടുകൂടാതെ ഇരിക്കും. ഇനി നിങ്ങൾക്കൊരു 3-4 ദിവസത്തിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്ത് എടുത്ത് സൂക്ഷിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതുപോലൊരു എയർ ടൈറ്റ് ബോക്സിലാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ചീത്തയാവേണ്ടതെന്ന് വെച്ചിട്ട് 3 ദിവസം വരെ പുറത്ത് നിൽക്കും കേട്ടോ, ഒന്നും ആവത്തില്ല. അതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ ഈത്തപ്പഴമല്ല, നമ്മൾ കൈകൊട്ട് വെച്ചിട്ട് ഉരുട്ടിയൊക്കെ എടുക്കുന്നതല്ല. അതുകൊണ്ടൊന്ന് സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ഫ്രിഡ്ജിന് താഴ്ത്താണ് വെച്ച് കൊടുക്കാറ്. 3 ദിവസം വരെ ഞാൻ പുറത്ത് എന്തായാലും വെക്കാറുണ്ട്. അതിന് ശേഷമാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാറ്. 3 ദിവസത്തിന് ശേഷം നിൽക്കത്തില്ല. കുട്ടികളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന സംഭവമല്ലല്ലോ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടുത്തത് 4ാമത്തെ റെസിപ്പി ആയിട്ടുള്ളത് എള്ളും അവിലും വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ. ഇപ്പോൾ ഇതാ 1/2 കിലോ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. കറുത്ത എള്ളിനാണല്ലോ ഗുണം കൂടുതൽ. അപ്പം കറുത്ത എള്ളെന്നെ എടുക്കാൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ തലേന്ന് കഴുകി ക്ലീൻ ചെയ്ത് എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇനി എള്ള് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും വറുത്തെടുക്കരുത്. എള്ള് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇങ്ങനെ പൊട്ടി വരുന്ന സൗണ്ട് കേട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ തന്നെ വെച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിനി വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം.
ഇപ്പോൾ ഇതുപോലെ ഞാൻ ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പ്ലേറ്റിലോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ ഇങ്ങനെ കൂട്ടിയിടാതെ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും. നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാനുള്ള ആ പാകം വരെ ഒന്ന് തണുത്ത് കിട്ടണം. അധികം അങ്ങ് തണുത്ത് പോകണമെന്നില്ല, ജസ്റ്റ് ഒന്ന് തണുത്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കേണ്ടതാണ്. ഇനി ബാക്കിയുള്ള നട്ട്സൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതാ 250 ഗ്രാമോളം നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ തൊലി കളഞ്ഞ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൊലിയോട് കൂടിയതാണെങ്കിൽ നിങ്ങൾ ചൂടാക്കിയിട്ട് അതൊരു ബോട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ആയി പോകും. അത് എളുപ്പം വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം, ഇനി അതല്ല ഇതുപോലെ ഇങ്ങനെ തൊലി കളഞ്ഞതാണ് നിങ്ങൾ വാങ്ങിക്കുന്നെങ്കിലും എങ്കിലും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കടലയും നമ്മൾ എള്ള് വറുത്തെടുത്ത പോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കാൻ നോക്കുക. ഇതിൽ ചേർക്കുന്ന നട്ട്സായാലും എള്ളായാലും അവിലായാലും ഒക്കെ നന്നായിട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ ഇതാ കടലയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഞാൻ പറഞ്ഞതുപോലെ പച്ചച്ചോവ് ഉണ്ടാകുമ്പോൾ നമുക്ക് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾ തൊലിയുള്ളതാണെന്നാലും തൊലിയില്ലാത്തതായാലും നന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതും ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തത് 100 ഗ്രാമോളം ബദാം എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് ഫ്രൈ പാനിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ദഹന പ്രശ്നമുള്ളവരാണെങ്കിൽ ഇതുപോലെ തൊലിയോട് കൂടി പൊടിച്ചെടുക്കാൻ നിൽക്കണ്ട. ഇത് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ കടല റോസ്റ്റ് ചെയ്തെടുത്തില്ലേ, അതേ കണക്കന്നെ തൊലി ഇല്ലാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ നോക്കുക. കുഴപ്പമില്ലെങ്കിൽ ഇതേപോലെ തന്നെ കണക്കനെ ചെയ്തെടുക്കുക. ഞാനെപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ദഹന പ്രശ്നമോ അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറയായിരുന്നേ. തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പോൾ ഇതാ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇതും ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. ഇപ്പോൾ ഇതാ മുഴുവനും ഒരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി 100 ഗ്രാം തന്നെ കാഷ്യൂ നട്ട്സ് കൂടെ എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ കാഷ്യൂ നട്ട്സും റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതാ മുഴുവനും മാറ്റി വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു 150 ഗ്രാമോളം മട്ട അവിലില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. വെള്ള അവിലെടുക്കരുത്, ഇത് തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഈ അവിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരി വറുത്തെടുത്താലും മതി. 150 ഗ്രാമോളം അരി വറുത്തെടുത്തിട്ട് അത് പൊടിച്ച് ചേർത്ത് കൊടുത്താലും മതി, ഈ അവിലിന് പകരമായിട്ട് ചെയ്യണമെങ്കിൽ. പക്ഷേ കൂടുതലും നല്ലത് അവിൽ തന്നെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് അവിലൊന്ന് വറുത്തെടുക്കാം. അവിലിനി നിങ്ങൾ റോസ്റ്റഡ് അവില എടുക്കുന്നതെങ്കിലും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കുന്നത് നല്ലതാണ് കണ്ടോ. ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്ന സമയത്ത് അതും നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇനി ഇതാ ഒരു മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്ക് ഈ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ സമയത്ത് തേങ്ങ ചിരകിയത് ഇതിൻ്റെ കൂടെ പൊടിയുടെ കൂടെ ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ടൈമിന് അത് റോസ്റ്റ് ചെയ്യേണ്ടിയില്ല. കഴിക്കുന്ന ടൈം ചീത്തയായി പോകുന്നതിനാണ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ആ സമയത്ത് കഴിക്കുന്ന സമയത്ത് ചിരകി തന്നെ ഡയറക്റ്റ് ഇട്ട് കഴിക്കുക, കുഴപ്പമില്ല. പക്ഷേങ്കിൽ നിങ്ങൾ ഈ സമയത്ത് പൊടിയുടെ കൂടെ ചേർക്കുന്നതാണെങ്കിൽ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നവരെങ്കിലും അതൊന്ന് വറുത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് ചീത്തയായി പോകും. ഇതും ഞാനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്, ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. അതും ഒന്നിങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഒന്ന് തണുത്ത് വന്നതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാർ എടുക്കുമ്പോഴും നന്നായിട്ട് കഴുകി തുടച്ചെടുക്കാൻ നോക്കുക. ഒട്ടും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ഇനി ഞാൻ ആദ്യം തന്നെ എള്ളാന്നേ പൊടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതെൻ്റെ മിക്സിയുടെ ജാറ് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ എള്ള് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി നട്ട്സൊക്കെ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് എള്ള് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് പൊടിച്ചിട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതിന് മുൻപ് ഒരു 1 ഇയർ മുൻപേ ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒന്നിച്ചായിരുന്നു എല്ലാം പൊടിച്ചെടുത്തത്. പക്ഷേ എനിക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ഈസിയായി തോന്നിയത് ഇങ്ങനെ ചെയ്യുമ്പോഴാട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യാൻ പാകത്തിലുള്ള ബൗൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സുകൾ ഓരോന്നായിട്ട് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ ബദം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കാം. അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ബദവും ഇട്ട് കൊടുത്തതിന് ശേഷം എന്ന് വെച്ചാൽ നമ്മൾ പൊടിക്കുന്ന നട്ട്സുകൾ ഇട്ട് കൊടുക്കുന്ന സമയം നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കെല്ലാം ഈവണായിട്ട് മിക്സായി കിട്ടും. എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇനി അടുത്തത് കാഷ്യൂ നട്ട്സ് കൂടെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ
ഇപ്പോൾ ഇതാ കാഷ്യൂ നട്ട്സും പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. എള്ള് കുറച്ച് തരിതരിയാലും കുഴപ്പമില്ല. ഇനി ഇതാ അതും ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് എനിക്കൊരു എളുപ്പമായിട്ട് തോന്നിയതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ പൊടിച്ചെടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ കടല കുറച്ചൊരു എണ്ണമയം ഉണ്ടാവും, അതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ. ഇപ്പോൾ ഇതാ അവിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും പൊടിച്ചെടുത്തിട്ടുണ്ട്. അവിലും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നന്നായിട്ട് ഈവണായിട്ട് നമുക്ക് എല്ലായിടത്തും മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതാ തേങ്ങ ചിരകിയത് കൂടെ തേങ്ങ റോസ്റ്റ് ചെയ്തത് കൂടെ ഇനി ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതാ അതും നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല, ഒന്ന് ജസ്റ്റ് നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിന്. അപ്പോൾ ഇതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലെന്തെങ്കിലും കട്ട പോലെ ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം അവിടെ ഇവിടെയായിട്ട്. കാരണം കാഷ്യൂ നട്ട്സും കടലയൊക്കെ ചിലപ്പം കട്ട കെട്ടിയതുപോലെ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കൈവച്ച് ഇതുപോലെ ഒന്ന് ഉടച്ച് വെച്ച് കൊടുക്കാം. ചെറിയ ചെറിയ തരിയായ കുഴപ്പമൊന്നുമില്ല, എങ്കിലും കഴിയുന്നതും ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ നോക്കുന്നതാണ് നല്ലത്. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്താൽ അവർ കഴിക്കത്തില്ല. കാരണം ഇതിൽ മധുരത്തിൻ്റെ ഇതൊന്നും നമ്മൾ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒന്ന് മെൽട്ടാക്കി എടുത്തിട്ട് അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ എള്ളുണ്ടൊക്കെ ഉരുട്ടിയെടുക്കുന്നില്ലേ, അതേപോലെ ഉരുളകളാക്കി വെച്ചിട്ട് അത് കൊടുത്താലും കഴിക്കും. അപ്പോൾ നമുക്കും തന്നെ ഒന്ന് മധുരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വെള്ളം ഒന്ന് ചിരകി എടുത്തിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്യുക. കഴിക്കുന്ന സമയത്ത് ചേർക്കുന്നത് ഇത് രണ്ടും നല്ലത്. ഉരുളകളാക്കി വെക്കുന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തിട്ട് അപ്പം വെള്ളം ഒന്ന് ചൂടാക്കിയിട്ടല്ലേ നമ്മൾ ചേർക്കുന്നത്. അതല്ലാതെ ചീകി ഇടുന്നതാണെങ്കിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. കഴിയുന്നതും കഴിക്കുന്ന സമയത്ത് ചീകിയിട്ട് കഴിക്കുക. അതല്ലാതെ മെൽറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഉരുളകളാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് കുട്ടികൾക്ക് ഓരോ ദിവസം എടുത്ത് കൊടുത്താൽ മതിയല്ലോ, എളുപ്പമാണെന്നല്ല അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ ഈ പൗഡർ ഇങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് കഴിക്കാൻ പോകുന്ന ടൈമിന് അതിൻ്റെ അകത്ത് ഒന്നുകിൽ ശർക്കരയോ അതല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ ചേർത്തിട്ടാണ് കൊടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു മധുരത്തോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. തീരെ മധുരയില്ലാതെ കഴിക്കാൻ അത്ര ഒരു ബുദ്ധിമുട്ടായി തോന്നുമല്ലോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നത്, നമ്മളെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കുട്ടികൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ മധുരം കൂടെ ഇല്ലാതെ കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ ശർക്കര അല്ലെങ്കിൽ പനങ്കൽക്കണ്ടോ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുത്താൽ നല്ലൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കോ ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഇപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടെ കൊണ്ട് സപ്പോർട്ട് തരണേ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുവരേക്കും താങ്ക്